എല്ലാം കഴിഞ്ഞില്ലേ? നമുക്ക് പോയാലോ? പോവാം. മൈഥിലി, പോവാം. നടക്കാം. അയ്യോ, ACP! അയ്യോ! ACP! 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 നിന്നെ ഞാൻ എടുത്തോളാം. വലുതും പറ്റിയോ മൈഥിലി? കൈ കിട്ടാ കൊണ്ടത്. കൈ തകർന്നു പോയി കാർത്തി. കാറി കയറ്, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഹോസ്പിറ്റലൊന്നും പോണ്ട. വേദന ഞാൻ സഹിച്ചോളാം. എന്റെ കാർത്തിക്ക് വേണ്ടിയല്ലേ. നീ അങ്ങനെ കാർത്തിക്കിന് വേണ്ടി ഒന്നും സഹിക്കണ്ട. കൈക്ക് വല്ലതും പറ്റിയെങ്കിൽ ഞങ്ങൾ നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. ACP വാ. ACP, ഇതിപ്പോ പല പ്രാവശ്യമായി ക്ഷേത്രത്തിൽ പോകുമ്പോ ഗുണ്ടകളെ വിട്ട് അടുപ്പിക്കുന്നത്. ഇതാരുടെ ഗൂഢാലോചനയാണെന്ന് കണ്ടുപിടിക്കണം. നന്ദിനി, മോളെ നന്ദിനി. എന്താ അമ്മേ? ആ നോക്കു മോളെ, ദേ പത്രത്തിലൊരു വാർത്ത. എന്ത് വാർത്ത അമ്മേ?
നോക്ക്, ദേ നോക്കിയേ. ദേ മ്യൂറൽ ഫാബ്രിക് പെയിന്റിങ്ങിന്റെ ഓൾ കേരള കോമ്പറ്റീഷൻ വായിച്ചു നോക്ക്. ദേ പങ്കെടുക്കണം മോളെ. ഈ മത്സരത്തില് മോള് പങ്കെടുക്കണം. എന്തിനമ്മേ ഈ മത്സരത്തിനൊക്കെ പങ്കെടുക്കുന്നത്? ഞാനില്ലമ്മേ. മ്യൂറൽ പെയിന്റിങ്ങിൽ ഇത്രയേറെ കഴിവുള്ള നീ പങ്കെടുത്തില്ലെങ്കിൽ പിന്നെ മറ്റാരാടി പങ്കെടുക്കണ്ടേ? നീ പങ്കെടുത്തേ പറ്റൂ. ആ എടുത്തി ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ. എന്താ ഇവിടെ ഒരു ഡിസ്കഷൻ? ഓൾ കേരള കോമ്പറ്റീഷൻ മ്യൂറൽ ഫാബ്രിക് പെയിന്റിങ്ങില് നന്ദിനിയോട് ഞാൻ പങ്കെടുക്കാൻ പറഞ്ഞിരിക്കേ. ഞാനില്ല. പക്ഷെ മീനാക്ഷിക്ക് പോവാല്ലോ. മീനാക്ഷി ഒറ്റയ്ക്ക് പോരാ, നന്ദിനിയും പങ്കെടുക്കണം. ഇത് വളരെ നല്ലൊരു കാര്യം. ദേവമേയും മീനാക്ഷിയും ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കണം. നിങ്ങളുടെ ടീം ജയിക്കും, ഉറപ്പാ. സൗത്ത് ഇന്ത്യയിൽ മ്യൂറൽ പെയിന്റിങ്ങിനെ അതിൻ്റെ എല്ലാ ആധികാരികതയോടും കൂടി കൈകാര്യം ചെയ്യുന്നത് എൻ്റെ അമ്മയാണ്. അമ്മ കഴിഞ്ഞാൽ പിന്നെ ആ കഴിവ് ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് ദേവിക്ക. ദേവിയിൽ നിന്നും മീനാക്ഷിക്കും അത് പകർന്നു കിട്ടി. ഈശ്വരൻ തന്ന സർഗവാസന അത്. അതിന് കിട്ടുന്ന അംഗീകാരങ്ങൾ ദൈവത്തിൻ്റെ വരദാനവും. അതുകൊണ്ട് ഈ മത്സരത്തിൽ പങ്കെടുക്കണമെന്ന് തന്നെയാ എൻ്റെ അഭിപ്രായം. എൻ്റെ എല്ലാവിധ സപ്പോർട്ടും രണ്ടുപേർക്കും ഉണ്ടാവും. മീനാക്ഷി എന്ത് പറയുന്നു? ആ ഞാൻ റെഡിയാ. പക്ഷേ അമ്മ കൂടി മത്സരത്തിൽ പങ്കെടുക്കണം. അവള് പങ്കെടുക്കും. ഞാൻ വാക്ക് തരുന്നു മീനാക്ഷി. മുത്തശ്ശി, ദേ നാളെ തന്നെ ആ അഡ്രസ്സിലേക്ക് അപേക്ഷ അയക്കണം. ആദ്യഘട്ട മത്സരത്തിനുള്ള മെറ്റീരിയൽസും അയക്കണം. ശരി മുത്തശ്ശി. ദേവമേ എന്ത് പറയുന്നു? ഇതെന്നെ പഠിപ്പിച്ചു തന്നത് എന്റെ അമ്മയാണ്. അമ്മ പറഞ്ഞ പിന്നെ ഞാൻ അനുസരിക്കുന്ന എല്ലാവർക്കും അറിയാലോ. ആ എല്ലാവരും വാ, ഇനി ഊണ് കഴിച്ചിട്ട്. ആ ആ ആ അമ്പലത്തിൽ പോയിട്ട് എന്തായി? അത് പുറകെ പറയാം. ഇപ്പൊ വന്നത് മറ്റൊരു കാര്യം പറയാനാ. എന്താ മൈഥിലി? ഈ പത്രത്തിൽ വന്ന ന്യൂസും അതിനെക്കുറിച്ചുള്ള ഡിസ്കഷനും കേട്ടില്ലേ? ആ കേട്ടു. എന്താ? ഒന്നും തോന്നിയില്ലേ? എന്ത് തോന്നാൻ? എന്തുകൊണ്ട് ഈ കോമ്പറ്റീഷനിൽ നമുക്ക് പങ്കെടുത്തൂടാ? മൈഥിലി, അല്ല ഇത് പെയിന്റിംഗ് കോമ്പറ്റീഷൻ അല്ലേ? മ്യൂറൽ പെയിന്റിംഗ് കോമ്പറ്റീഷൻ. അതിനെന്താ? നീ എന്താ മൈഥിലി പറയുന്നേ? ഈ മത്സരത്തിലൊക്കെ പങ്കെടുക്കണമെങ്കിലേ വരയ്ക്കാനും പെയിന്റ് ചെയ്യാനും ഒക്കെ ഉള്ള ടാലന്റ് വേണം. കുറച്ച് എഫേർട്ട് എടുത്താൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. പെയിന്റിംഗ് ആയതുകൊണ്ടാ എനിക്ക് അതിനെ കുറിച്ചൊന്നും ഒരു ചുക്കും ചുണ്ണാമ്പും അറിയില്ല. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്നത് കൊണ്ട് അമ്മായിക്ക് ഈ വീട്ടിലൊരു വിലയില്ലാത്തത്. അമ്മായി ജീവിക്കുന്നത് ഇവരുടെ തണലിലാണെന്ന് ഇവർക്കൊരു ധാരണയുണ്ട്.
അതാ ഈ അവഗണന. ഞാൻ എന്ത് വേണമെന്ന് നീ പറയുന്നേ? കഴിവുകൾ അവൾക്ക് മാത്രമല്ല, നമുക്കും ഉണ്ടെന്ന് തെളിയിക്കണം. ഈ മത്സരത്തിൽ നമുക്കും പങ്കെടുക്കണം. മത്സരത്തിൽ ഒരുപക്ഷെ നമ്മൾ തോറ്റെന്നിരിക്കും. എങ്കിലും ആ മീനാക്ഷി നന്ദിനിയും ഒരിക്കലും ജയിക്കാൻ പാടില്ല. അവര് തോൽക്കണം. എന്തു പറയുന്നു? നീ ധൈര്യം തന്നാ മതി, ഞാൻ റെഡി. എന്നാ ഞാൻ ധൈര്യം തന്നിരിക്കുന്നു. നമ്മൾ അവരെ തോൽപ്പിക്കുമെന്ന ലക്ഷ്യത്തോടെ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നു. ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എങ്കിലും ഞാൻ പറയുന്നു, അവർക്ക് രണ്ടുപേർക്കും വരയ്ക്കാനും പെയിന്റ് ചെയ്യാനൊക്കെ നന്നായിട്ട് അറിയാം. നമ്മൾ എത്ര പരിശ്രമിച്ചാലും ആ പെയിന്റിങ്ങിന്റെ 7 അയൽവക്കത്ത് പോലും വരില്ല. അതിനൊക്കെ വഴിയുണ്ട്. എല്ലാം ഞാൻ പറഞ്ഞുതരാം. അമ്മായി എന്റെ കൂടെ നിന്നാ മതി. അമ്മായി, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. ഇവിടെ ഏത് കളറമ്മേ വേണ്ടത്? അവിടെ പച്ച. ആ, ചെടികളുടെ ഇലകൾക്ക് നമ്മൾ പെയിന്റ് ചെയ്യുമ്പോൾ ഗ്രീനല്ലേ ഉപയോഗിക്കുക? അതുപോലെ ഇവിടെ വേണ്ടത് ഗ്രീനാ. അമ്മയും മകളും കൂടി യുദ്ധകാലാടിസ്ഥാനത്തിലാണല്ലോ ന്യൂറൽ പെയിന്റിംഗ്. അമ്മയുടെ അത്രയും സ്പീഡൊന്നും എനിക്കില്ല മുത്തശ്ശ. ആ, അതിനാ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ നിനക്ക്? സർഗവാസനയായത് അത് ചെയ്ത് ചെയ്ത് എക്സ്പീരിയൻസ് ആവുന്നതാ. ഏതായാലും വരയ്ക്ക്. ഈ മത്സരത്തിലെ 1ാം സമ്മാനം അമ്മയ്ക്കും മോൾക്കും ആയിരിക്കണം. ആ, ഞങ്ങൾ ശ്രമിക്കാം മുത്തശ്ശി, പക്ഷേ പ്രഷർ തരരുത്. ഏയ്, പ്രഷറൊന്നും വേണ്ട. അനായാസം ചെയ്യാവുന്നതേയുള്ളൂ. ആ കാപ്പി കാപ്പി കാപ്പി. അല്ല, ഇവൻ ഇതിനിടയ്ക്ക് കാപ്പി കച്ചവടം തുടങ്ങിയോ? കാപ്പി മാത്രമേ ഉള്ളൂ? ഉളുന്തുവട ഇല്ലേ കാപ്പി കച്ചവടക്കാരാ? അമ്മയും മകളും കൂടി ഉറക്കം വിളിച്ച് കഷ്ടപ്പെടുന്നു. അപ്പോ അവന്റെ വക സംഭാവന കാപ്പി. ദാ, ചൂടോടെ കുടിക്കും. ആ മതി മതി. ചൂട് ചൂട് ചൂട്. ചൂട് പതുക്കെ. ആ, ആ, അച്ഛനും അമ്മയ്ക്കും കട്ടൻ കാപ്പി ഓ, വേണം. എനിക്കൊന്നും വേണ്ടേ. എനിക്കൊട്ടും വേണ്ടേ. അപ്പോൾ ഇനി ചിത്രരചനയും കാപ്പി കച്ചവടവും നടക്കട്ടെ. ഞങ്ങൾ പോകുന്നു. വാ രാജലക്ഷ്മി. ആ, ശരി മോളെ. ശരി. ചേട്ടൻ പോയി കിടന്ന ചേട്ടാ. ഏയ്, നിങ്ങൾ ഉറക്കുളിക്കുമ്പോ ഞാൻ പോയി കിടന്ന് ഉറങ്ങിയാൽ ശരിയാവില്ല. അച്ഛൻ ഇവിടെ ഇരിക്കട്ടെ അമ്മേ. ഈ അമ്മയ്ക്ക് എന്താ? ജയേട്ടൻ പോയി കിടന്ന് ഉറങ്ങിക്കോ ജയേട്ടാ. കേൾക്കുമ്പോ തന്നെ അറിയാം ഉടായിപ്പാണെന്ന്. അമ്മയ്ക്ക് അച്ഛൻ ഇവിടെ ഇരിക്കുന്നത് സന്തോഷമാണെന്ന് ഏത് പൊട്ടനും അറിയാൻ പാടില്ലാത്തത്. മതി കളിയാക്കിയത്. ദേ നല്ല തല്ല കിട്ടുവേ. ഞാനിവിടെ ഈ ന്യൂറൽ പെയിന്റിംഗ് ചെയ്യാൻ വന്ന കാര്യം ഒരു കാരണവശാലും രാജലക്ഷ്മി മാഡവും നന്ദിനി മാഡവും അറിയരുത്. ആ മാഡങ്ങളൊന്നും അറിയില്ല.
നിങ്ങൾ മൈഥിലി മാഡം പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി. അവരെ പേടിച്ചിട്ടൊന്നുമല്ല, അവരോട് എനിക്കുള്ള ബഹുമാനം കൊണ്ടാ. സൗത്ത് ഇന്ത്യയിലെ ന്യൂറൽ പെയിന്റിങ്ങില് മഹാറാണിയാ രാജലക്ഷ്മി അമ്മ. അതുപോലെ തന്നെയാ നന്ദിനി മാഡവും. ന്യൂറൽ പെയിന്റിങ്ങിലെ വൻമരങ്ങളാ അവർ, ഞാൻ വെറും പുൽക്കൊടി. ഇതൊരു മത്സരമാ. ഈ മത്സരത്തിൽ ഞങ്ങളുടെ ടീം ജയിക്കണം. എന്റെയും അമ്മായിയുടെയും ടീമിന് ഫസ്റ്റ് പ്രൈസ് കിട്ടണം. അതിന് പറഞ്ഞ തുക തന്ന് നിങ്ങളെ വാടകയ്ക്ക് എടുത്തിരിക്കുന്നെ. ഞാൻ ചെയ്തു തരാം, പക്ഷേ രാജലക്ഷ്മി അമ്മയോട് മത്സരിക്കുന്നത് സൂക്ഷിച്ചു വേണം. ഞങ്ങൾ മത്സരിക്കുന്നത് രാജലക്ഷ്മി അമ്മയോടല്ല, നന്ദിനിയും മീനാക്ഷി അടങ്ങുന്ന ഒരു ടീമിനോടാ. ഈ മത്സരം ഈ രണ്ടുപേർ അടങ്ങുന്ന ടീമാണോ? അതെ. മത്സരത്തിന് അയക്കാൻ ഒന്നാം തരം മ്യൂറൽ പെയിന്റിംഗ് ചെയ്തൊരു സാരി വേണം. ഐഡിയ ഒക്കെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ അതുപോലെ ഫൈനൽ വരെ ചെയ്തു തന്നാ മതി. ശരി. അമ്മ ഇതെങ്ങനെയാ അമ്മ പഠിച്ചത്? ഞാൻ പണ്ടേ ചിലതൊക്കെ വരയ്ക്കുമായിരുന്നു. വെറുതെ കടലാസില് പെൻസിൽ വെച്ച്. അതൊക്കെ കുട്ടിക്കളി, അല്ലെങ്കിൽ വികൃതി എന്നൊക്കെ പറയാം, അത്രേ ഉള്ളൂ. പിന്നെ ജേട്ടനെ കല്യാണം കഴിച്ച് ഞാൻ ഇവിടേക്ക് വന്നപ്പോഴാ ചിത്രരചനയും പെയിന്റിങ്ങും ഒക്കെ എന്താന്ന് മനസ്സിലാക്കുന്നത്. അമ്മ വരയ്ക്കുന്നത് നോക്കി നിന്നു. അപ്പൊ അമ്മയ്ക്ക് മനസ്സിലായി ഞാൻ ചെറുതായിട്ടൊക്കെ വരയ്ക്കുന്നു. പിന്നെ എല്ലാം അമ്മ പഠിപ്പിച്ചു തന്നു. അല്ലമ്മേ, നമ്മുടെ കാപ്പി കച്ചവടക്കാരനെ കണ്ടില്ലല്ലോ. പുള്ളിക്കാരൻ ഇറങ്ങിക്കാണോ? ഏയ്, നമ്മൾ ഇവിടെ നിൽക്കുമ്പോഴോ? ഉറങ്ങൊന്നുമില്ല, ആളിങ്ങോട്ട് ഇറങ്ങി വരുന്നേ. ആഹാ, നിങ്ങൾക്കെന്താ ഇന്ന് മഹാശിവരാത്രിയാണോ? ഉറക്കൊന്നും ഇല്ലേ? എന്റെ അമ്മയ്ക്ക് അങ്ങനെയാ ചെറിയമ്മേ. പെയിന്റിംഗ് എന്ന് കേട്ടാ ഒരുമാതിരി ഭ്രാന്താ. അയ്യോ, ഭ്രാന്താണെങ്കിൽ സൂക്ഷിക്കണം. ഏയ്, ചെറിയമ്മയ്ക്ക് ഉണ്ടാകുന്ന തരത്തിലുള്ള ഭ്രാന്തൊന്നും അല്ല, അത് വട്ട്. അതിന് ഗുളിക കഴിച്ചാ മതിയല്ലോ. ഇടയ്ക്കും തലയ്ക്കൊക്കെ കേറി നീ എനിക്കിട്ട് വെക്കുന്നുണ്ട്. കൊച്ചല്ലേന്ന് കരുതി ഞാൻ ക്ഷമിക്കുക. അയ്യോ, തെറ്റിദ്ധരിക്കല്ലേ ചെറിയമ്മേ. ഞാൻ ഈ വരഭ്രാന്തനെ കുറിച്ചല്ലേ പറഞ്ഞത്. ഹാ, മനസ്സിലായി. അതൊക്കെ പോട്ടെ. ദേ, ഇതൊക്കെയാ പെയിന്റിംഗ്. നന്നായിട്ടുണ്ട്, കൺഗ്രാറ്റുലേഷൻസ്. ഇതെന്തിനാ ഫോട്ടോ എടുത്തത്? ഇതിന്റെയൊക്കെ പ്രിന്റ് എടുത്തിട്ടേ ഞങ്ങളുടെ മുറിയിൽ വെക്കണം. നന്ദിന്റെ അടുത്തേക്ക് കഴിവുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ മീനാക്ഷിക്ക് ഈ കഴിവുണ്ടെന്നേ ഞാൻ ഇപ്പോഴാ മനസ്സിലാക്കിയത്. സന്തോഷം. അല്ല, നിങ്ങൾക്ക് കുടിക്കാൻ വേണ്ടി കാപ്പിയോ മറ്റോ വേണോ? ഒന്നും വേണ്ട. അപ്പൊ ശരിയേ. അല്ലമ്മേ, ഈ വരവില് വല്ല തരികിടയും ഉണ്ടോ? എന്ത് തരികിട? അല്ല, ഇവരൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. അമ്മായിയാണല്ലോ. എന്താ അമ്മായി? ഞാനിപ്പോ അവളുമാര് പെയിന്റ് ചെയ്ത സ്ഥലത്ത് പോയി. എന്നിട്ട് അവര് നല്ല ഒന്നാന്തരമായിട്ട് പെയിന്റ് ചെയ്യുന്നുണ്ട്. പക്ക പ്രൊഫഷണൽ.
അവര് പെയിന്റ് ചെയ്യട്ടെ, അതിന് നമുക്കെന്താ? അതിന്റെ ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട്. അതിപ്പോ ഞാൻ നിന്റെ ഫോണിലേക്ക് അയക്കാം. അയക്ക. അതെന്തെന്ന് വെച്ചാ അതിലും നന്നായിട്ട് വേണം നമുക്ക് പെയിന്റ് അടിക്കാൻ. ശരി. ആ, ഞാൻ അയക്കുവാണേ.